നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് വടകര കണ്ണൂക്കരയിലുള്ള ഒരു മുസ്ലിം പള്ളിയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ചില സംഘടനകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. സാധാരണഗതിയിൽ ഇത്തരം ഒരു വാർത്ത കേരളത്തിലെ മാപ്രകൾ അത് നമ്മളിലേക്ക് എത്തിക്കേണ്ടതല്ല. ഏതെങ്കിലും വിധത്തിൽ അത് മുക്കാൻ വല്ല മാർഗമുണ്ടെങ്കിൽ മുക്കേണ്ടതാണ്. പക്ഷേ ഈ വാർത്ത കൈരളി അടക്കമുള്ളവർ നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം ഈ സംഘർഷം കൊണ്ടല്ല. സംഘർഷം മാത്രമായിരുന്നു എങ്കിൽ ഇങ്ങനൊരു സംഭവമേ ഇവിടെ നടന്നിട്ടുള്ളൂ എന്ന് നമ്മൾ ആരും അറിയാൻ പോകുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അധികാരമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഇതിൽ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അവരുടെ മാധ്യമം തന്നെ ഇത് ആദ്യം വാർത്തയായി കൊടുത്തത്. സാധാരണഗതിയിൽ ഒരു ക്ഷേത്രാങ്കണത്തിലോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്തോ അവരുടെ പാരിസുകളിലൊക്കെയാണ് ഇതുപോലുള്ള സംഘടനകൾ ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വാർത്തയായിരിക്കും. എന്നാൽ മദ്രസയിലോ മഹല്ല് കമ്മിറ്റിയിലോ ഇതുപോലെ മുസ്ലിം പള്ളിയിലോ ഒക്കെയാണ് ഈ അടിപിടി ഉണ്ടാകുന്നെങ്കിൽ അത് വാർത്തയാവാറില്ല സാധാരണഗതിയിൽ. പക്ഷേ ഇവിടെ ഇടതുപക്ഷത്തിന് മുന്നിൽ ഒരു സാധ്യത വീണ് കിട്ടിയതുകൊണ്ട് മാത്രം ഇത് വാർത്തയായതാണ്. അതിൻ്റെ കാരണം ഈ സംഘർഷം നടക്കുന്നതറിഞ്ഞ് ആരോ പോലീസിനെ വിളിച്ചു. അങ്ങനെ അവിടേക്ക് ഓടിയെത്തിയ പോലീസുകാർ അവരുടെ ബൂട്ടൊന്നും അഴിക്കാൻ നിന്നില്ല. അങ്ങനെ തന്നെ അകത്തേക്ക് കയറി ഈ സംഘർഷം അവസാനിപ്പിക്കുകയുണ്ടായി. അവിടെയാണ് ഇടതുപക്ഷം അതിൻ്റെ സാധ്യത മനസ്സിലാക്കിയത്. ഇതാ മുസ്ലിം പള്ളിക്കകത്ത് ബൂട്ട് അഴിക്കാതെ അകത്തേക്ക് കടന്നു എന്നതാണ് അവർ വിവാദമാക്കാനും വാർത്തയാക്കാനുമുള്ള കാരണം. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മുഹമ്മദ് റിയാസിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് നടിച്ച് നടക്കുന്നവരുടെയൊക്കെ വികാരം വല്ലാതെ അങ്ങ് വ്രണപ്പെട്ടു. അയാൾ പോസ്റ്റ് ഇടുകയും പ്രതികരിക്കുകയും ചെയ്തത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കാണാത്ത കാഴ്ചയാണ് ഇതാ ഇപ്പോൾ വി.ഡി. സതീശൻ ഭരിക്കുമ്പോൾ കണ്ടത് എന്ന തരത്തിലാണ്. അല്ല, ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ അൾഷിമേഴ്സ് വന്ന് അവർ മറവി രോഗത്തിന് അടിമകളായിരിക്കുകയാണ് എന്നാണോ മുഹമ്മദ് റിയാസ് ധരിച്ചു വച്ചിരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇതിലും വലിയ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വാസികളല്ലാത്ത 2 സ്ത്രീകളെ ശബരിമലയിൽ ഉരുട്ടിക്കയറ്റിയത് നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടുത്തും? അതും വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. അതിനും നിങ്ങൾ കൂട്ടുപിടിച്ചത് കേരള പോലീസിന് തന്നെയായിരുന്നു. അതോ ഹൈന്ദവൻ്റെ വികാരം വ്രണപ്പെട്ടാൽ അത് കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഓക്കെ, ആയിക്കോളൂ. പക്ഷേ ഒരു മുസ്ലിം പള്ളിക്കകത്ത് ഇരു വിഭാഗങ്ങൾ തമ്മിൽ തല്ലുമ്പോൾ അതിൽ നിങ്ങൾക്ക് യാതൊരു അപമാനവും തോന്നുന്നില്ല അല്ലേ? അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി ബൂട്ടഴിക്കാനൊന്നും നിന്നില്ല. കാരണം പോലീസ് ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് ചെല്ലുക, അവിടെ കത്തിക്കുത്തോ കൊലപാതകമോ ഉണ്ടാകുന്നതിന് മുമ്പേ അവരെ അവിടെ നിന്ന് മാറ്റുക, രംഗം ശാന്തമാക്കുക. അതിന് ഒരുപക്ഷെ അവർക്ക് ബൂട്ടഴിക്കാനുള്ള സമയമൊന്നും കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ചിന്തിച്ച് കാണില്ല. പിന്നെ ഒരു ക്ഷേത്രത്തിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയെ പോലെയോ ഈ വലിയ പവിത്രത കൽപ്പിക്കാവുന്ന സ്ഥലമൊന്നുമല്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പള്ളി. അവിടെ അവർ ഒത്തുകൂടി നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നതിനപ്പുറം അവിടെ ഒരു പ്രതിഷ്ഠയോ പ്രതിമയോ രൂപമോ യേശുവിൻ്റേതായിട്ടുള്ള രൂപക്കോടോ ഒന്നും അവിടെ ഇല്ല. അതുപോലുള്ള ഒരു സംഗതിയും അവിടെ ഇല്ല. അവർക്ക് ഒത്തുകൂടി നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം. അതിന് മുന്നോടിയായിട്ട് പുറത്ത് തന്നെ വെള്ളം സംഭരിച്ചിരിക്കുന്ന ഇടം കാണും. അവിടെ കൈയും കാലും മുഖവും എല്ലാം കഴുകുന്നു. ചെരുപ്പ് ഊരിയിട്ട്, അത് സ്വാഭാവികമായിട്ട് നമ്മുടെ വീടിനകത്ത് കയറുമ്പോഴും അങ്ങനെ ചെയ്യും. ചെരുപ്പ് ഊരി പുറത്ത് വെച്ചതിന് ശേഷം അകത്ത് കയറുന്നു, നിസ്കാര സമയത്ത് നിസ്കരിക്കുന്നു, പുറത്തു പോകുന്നു. ഇതിനപ്പുറം അതിന് ഒരു ക്ഷേത്രത്തിന് കൊടുക്കുന്ന പോലെയോ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് കൊടുക്കുന്ന പോലെയുള്ള ആ ഒരു ദൈവീകമായിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതോ സ്ഥാപിച്ചിരിക്കുന്നതോ ഒന്നും ഒരു മുസ്ലിം പള്ളിക്കകത്ത് നമുക്ക് കാണാനാവില്ല. ആളുകൾ വന്നിട്ട്, വിശ്വാസികൾ വന്നിട്ട് ഒന്നിച്ചുകൂടി എന്നതിൻ്റെ അപ്പുറം ഒരു വീട്ടിൽ ഷൂസ് ഇട്ട് കയറുന്നതും ഷൂസ് ഇടാതെ കയറുന്നതും എങ്ങനെ തന്നെയാണോ അതുപോലെ തന്നെ കണക്കാക്കിയാൽ മതി. പക്ഷേ ഇവരിവിടെ പോലീസ് ഷൂസ് ഇട്ടുകൊണ്ട് കയറി, ബൂട്ട് ഇട്ടുകൊണ്ട് കയറി എന്നത് വിവാദമാക്കുകയും അതുവഴി മുസ്ലിം വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അവർ വിട്ടുപോയി. അതിനകത്ത് അപ്പോൾ അടിയുണ്ടാക്കാം അല്ലേ? അതിനകത്ത് കത്തിക്കുത്തും കൊലപാതകം ഉണ്ടായതിനു ശേഷം പോലീസ് ഇടപെട്ടായിരുന്നെങ്കിൽ ഒരു നാണക്കേടും ഉണ്ടാവില്ലായിരുന്നു അല്ലേ? എന്താണ് ഇവർ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുവരുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എത്ര ക്ഷേത്രങ്ങളാണ് ദേവസ്വത്തിൻ്റെ പേരിൽ തന്നെ ഇവർ പിടിച്ചെടുത്തത്? ശബരിമലയിൽ കാണിച്ച കൊള്ളരുതായ്മകളൊക്കെ അതിൻ്റെ പേരിൽ ഇന്നും കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വിശ്വാസികളെ വ്രണപ്പെടുത്താത്ത കാര്യമായിരുന്നു? പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് റിയാസിന് പറയാൻ തോന്നിയത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നതെന്ന്? പോലീസ് ചെയ്തത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റൊരു സാഹചര്യത്തിലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ പോലീസ് ബൂട്ടൊക്കെ അഴിച്ചു വെച്ച് തന്നെ കയറുമായിരുന്നു. പക്ഷേ പള്ളിക്കകത്ത് അടിപിടി നടക്കുമ്പോൾ പോലീസിന് അതിനൊന്നും സമയമില്ല. അതല്ല പോലീസിൻ്റെ പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ അവർക്ക് അതിനൊന്നും നോക്കില്ല. മറ്റൊരവസരത്തിലാണെങ്കിൽ മറ്റൊരു സന്ദർഭത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരതൊക്കെ ശ്രദ്ധിച്ചേനെ. ഇവിടെ അതല്ല സിറ്റുവേഷൻ. ഒരു സാഹചര്യം അനുസരിച്ച് മാത്രമേ പോലീസിന് ഇടപെടാൻ പറ്റൂ. അത് അവരവിടെ കൃത്യമായിട്ട് നോക്കി. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇതൊന്നും സാധാരണഗതിയിൽ വാർത്ത പോലും ആവില്ലായിരുന്നു. പക്ഷേ പോലീസ് ബൂട്ടിട്ടുകൊണ്ട് മുസ്ലിം പള്ളിക്കകത്ത് കയറി എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരത് വാർത്തയാക്കിയത്. പക്ഷേ എല്ലാ മനുഷ്യരും, മലയാളികളും നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിന് പങ്കെടുത്ത് പാർട്ടി വിദ്യാഭ്യാസം നേടിയവരല്ല. അതിനാൽ അവർക്ക് എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഇപ്പോൾ വികാരം വ്രണപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നും
ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇത്തരം അഭ്യാസങ്ങളായിട്ട് വരുമ്പോൾ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളോടും ചെയ്തത് എന്നുകൂടി ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. കേട്ടോ മുഹമ്മദ് റിയാസെ, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വിവാദം ആവശ്യമാണ്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോഴും ഒരു ചോദ്യം അവിടെ അന്തരീക്ഷത്തിലുണ്ട്. ഒരു മുസ്ലിം പള്ളിക്കകത്ത് ആ അധികാര തർക്കം അല്ലെങ്കിൽ അവകാശ തർക്കത്തിന് വേണ്ടിയിട്ട് ഇരു വിഭാഗം തമ്മിൽ തല്ലുമ്പോൾ അതിൽ നിങ്ങൾക്ക് യാതൊരു ഉളുപ്പും ലജ്ജയും നാണക്കേടും തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കാര്യമായ എന്തോ മാനസിക പ്രശ്നമുണ്ട്.